പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ 5 അധ്യാപകരെ കോട്ടയത്ത് നിന്ന് വയനാട് ഉൾപ്പെടെ മലബാർ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് വിവാദത്തിൽ. കോട്ടയം RDDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അധ്യാപികമാരെ സ്ഥലം മാറ്റിയത്. അധ്യാപനത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടും പരിശീലനത്തിന് അയക്കുന്നതിന് പകരം മലബാറിലേക്ക് ശിക്ഷാ സ്ഥലമാറ്റം നൽകുകയായിരുന്നു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികമാരെയാണ് സ്ഥലം മാറ്റിയത്. ഇംഗ്ലീഷ്, ഹിന്ദി, ബോട്ടണി അധ്യാപികമാരെ വയനാട്ടിലെ കല്ലൂർ, പെരിക്കല്ലൂർ, നീർവാരം സ്കൂളുകളിലേക്കും കൊമേഴ്സ് അധ്യാപികയെ കണ്ണൂരിലേക്കും ഫിസിക്സ് അധ്യാപികയെ ബേപ്പൂരിലേക്കുമാണ് മാറ്റിയത്. ഇവർക്കെതിരെ സ്ഥലം MLAയും PT നേതൃത്വവും കോട്ടയം RDDക്ക് പരാതി നൽകിയിരുന്നു. പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ലെന്നും ക്ലാസ് ഉള്ള സമയങ്ങളിൽ അധ്യാപികമാർ സ്റ്റാഫ് റൂമിലിരുന്ന് ഉറങ്ങുന്നതായും വിദ്യാർത്ഥികളും പരാതി നൽകി. പഠന നിലവാരം മെച്ചപ്പെടുത്താൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും കണ്ടെത്തിയാണ് നടപടി. കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ അവർ കൊള്ളില്ല എന്നുള്ളതിലേക്കാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലായി, റിപ്പോർട്ട് വായിക്കും മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് വയനാട് ജില്ലയിൽ പഠിപ്പിക്കുക? മലബാറിലെ കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് വരിക? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് രോഗികളെ ചികിത്സിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് അയാളെന്ന് കാസർഗോഡ് ജില്ലയിൽ പോയി ചികിത്സിക്കട്ടെ എന്ന് പറയുന്നതിന് യുക്തി എന്താണ്? പരിശീലനം കൊടുക്കണം. ആ പരിശീലനത്തിന് പകരം ആരോടൊക്കെയോ എഴുതി വാങ്ങിക്കുന്ന ചില പരാതികൾ എടുത്തുകൊണ്ട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും അപലപനീയമാണ്. സർക്കാരിന്റെ ഭാഗത്ത് വലിയ പാളിച്ച ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. പ്രിൻസിപ്പലുമായുള്ള ഈഗോ പ്രശ്നത്തിന്മേലുള്ള പ്രതികാര നടപടിയാണെന്നും ആരോപണമുണ്ട്. അതേസമയം സ്ഥലം മാറ്റപ്പെട്ട ഹിന്ദി അധ്യാപിക പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ഇത്തവണ വിജയിക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.